തൂഫാൻ ശ്രീകുട്ടൻ എന്ന പേര് കേൾക്കുമ്പോൾ ഒരാക്ഷൻ ഹീറോയുടെ സ്വഭാവവും ചലനങ്ങളുമെല്ലാം ഇവനിൽ നിന്നും ആരെങ്കിലും പ്രതീക്ഷിക്കുകയാണെങ്കിൽ അവർക്ക് തെറ്റി. പേരും നാളും കേൾക്കുമ്പോൾ ഉടൻ ഒരാളെക്കുറിച്ച് മനസ്സിൽ ഗണിക്കുന്ന പഴയ നിർവചനങ്ങൾ ഇവിടെ മാറ്റേണ്ടി വരും. കോട്ടും സൂട്ടും കയ്യിലൊരു ബ്രീഫ് കേസും പിന്നെ ഒരു കൂളിംഗ് ഗ്ലാസും വെച്ച് നാടോടിക്കാറ്റെന്ന ചിത്രത്തിൽ വരുന്ന പവനോയുടെ ശൂരത്വം പോലും ഇവനില്ല. ആർക്കും കൊണ്ടു നടക്കാം, എഴുന്നള്ളിക്കാം. പാപ്പാൻ മാറുമ്പോഴും മതപ്പാടിൻ്റെ കാലം കഴിയുമ്പോഴും ആനകളെ കൊടിയ മർദ്ദനങ്ങൾക്ക് ഇരയാക്കി ചട്ടങ്ങൾ പുതുതായി പഠിപ്പിക്കുന്ന പീഡനപർവത്തെ കെട്ടിയഴിക്കലെന്നാണ് അറിയപ്പെടുന്നത്. അല്പം വീറും വാശിയും എരിവും പുളുവുമെല്ലാമുള്ള ഗജവീരന്മാർക്ക് നേരെ ഈ പ്രയോഗങ്ങൾ ഇപ്പോഴും നടക്കാറുണ്ട്. എന്നാൽ ഈ പാവത്തിന് അത്തരത്തിലുള്ള ഭേദ്യങ്ങളൊന്നും വേണ്ട. ഇന്നലെ വരെ നിന്ന പാപ്പാൻ ഇന്ന് ഗുഡ് ബൈ പറഞ്ഞു പോകുമ്പോൾ വേണമെങ്കിൽ ഇവനൊരു ഉമ്മ കൂടി കൊടുക്കും. എന്നിട്ട് ഇന്ന് വന്ന പുതിയ പാപ്പാന് മുന്നിൽ നമ്രശീർഷനായി നിൽക്കും. വലിയ കമ്പും തോട്ടിയും എടുത്തു കൊടുക്കും. എങ്ങോട്ടാ ചേട്ടാ നമുക്ക് ആദ്യം പോകേണ്ടത്, ഷാപ്പിലേക്കോ അതോ അമ്പലത്തിലേക്കോ എന്ന് ചോദിക്കും. ഒന്ന് നന്നായി വിരട്ടിക്കളയാം എന്ന് വിചാരിച്ച് തയ്യാറെടുപ്പുകളോടെ വരുന്നവർക്ക് തട്ടും തടയും പരിചയും മുറകളുമെല്ലാം അടുത്ത ആനയുടെ അടുത്തേക്ക് മാറ്റി വെക്കേണ്ടി വരും. നമുക്ക് സമവായത്തിലൂടെ നീങ്ങാം എന്ന മട്ടിൽ ഇവൻ ഇങ്ങനെ നിൽക്കുമ്പോൾ ആർക്കാണ് ഇവനെ ദ്രോഹിക്കാൻ തോന്നുക? 2 കൊല്ലത്തോളം അതിൻ്റെ കൂടെ നിൽക്കാൻ തുടങ്ങിയിട്ട് ഇന്നേ വരെ പുള്ളിയെ കൊണ്ടൊരു കുഴപ്പങ്ങളും ഉണ്ടായിട്ടില്ല. കൂടെ നമ്മളില്ലെന്ന് വെച്ചാലും കൂടെയുള്ളവർക്കാണെങ്കിലും കൊണ്ടു നടക്കാം. ഈ കെട്ടിയഴിക്കുന്ന വലിയ പരിപാടിയുണ്ട് ഈ വടക്കനാട്ടിലേക്ക്. ആ പരിപാടിയൊന്നും വേണ്ട. ചെല്ലുക, അഴിച്ചുകൊണ്ട് പോരാം. വെള്ളത്തിലാണെങ്കിലും കുഴപ്പമില്ല, പണിക്കാണെങ്കിലും. കഴിഞ്ഞ കൊല്ലം 10-80 പരിപാടികളും എടുത്തെടുത്തൊന്നും കുഴപ്പമൊന്നുമില്ല. ഇപ്പം സ്ഥിരമായിട്ട് എല്ലാം ഈ പ്രാവശ്യം വിളിച്ചിട്ടുണ്ട് അവർ. അപ്പം വേറെ കമ്പനീൻ്റെ ഉടമത്തിനെ സംബന്ധിച്ചാണ് നമുക്കൊരാപത്ത് വന്ന ഏത് നിമിഷം നമ്മുടെ കൂടെ ഉണ്ട്. അപ്പം അതിൻ്റെ നമുക്ക് വേറെ കംപ്ലൈൻറ്റുകളൊന്നുമില്ല. നല്ല ആരോഗ്യമുള്ള ശരീരമാണ് ശ്രീകുട്ടൻ്റേത്. മാത്രമല്ല കേരളത്തിലെ കാടുകളിൽ കാണുന്ന ആനകളുടെ നിറമാണ് ഇവനുമുള്ളത്. നല്ല കരിവീട്ടിയുടെ നിറം. 22ാമത്തെ വയസ്സിലേക്ക് കടക്കുമ്പോൾ തന്നെ ഉയരം 9.25 അടിയോളമുണ്ട്. ആനകൾ 40 വയസ്സുവരെ വളരുന്ന, പ്രത്യേകിച്ച് ഉയരം വയ്ക്കുന്ന ജന്തുവാണെന്നാണ് കണക്ക്. അങ്ങനെയാണെങ്കിൽ ശ്രീകുട്ടൻ ഭാവിയിൽ ചില പഴയ റെക്കോർഡുകൾ ഭേദിക്കും. തൻ്റെ പേരിൽ ചിലത് എഴുതി ചേർക്കുകയും ചെയ്യും. നല്ല അഴകാർന്ന തലക്കുന്നി, ആരെയും ആകർഷിക്കുന്ന വായുകുംഭം, നിലം മുട്ടാത്ത വാല്, പ്രകാശമുള്ള തേൻ കണ്ണുകൾ, വെളുത്ത 18 നഖങ്ങൾ, വീണെടുത്തകർന്ന കൊമ്പുകൾ, അങ്ങനെ എണ്ണിപ്പറയുവാൻ നിരവധി പ്രത്യേകതകൾ ഇവനുണ്ട്. മാവേലിക്കരയിലെ തടിമില്ലിൽ വളരെ ആസ്വദിച്ച് പണിയെടുത്തിരുന്ന ശ്രീകുട്ടൻ ഇപ്പോൾ അധികം കൂപ്പിലെ പണിക്കൊന്നും പോകാറില്ല. വല്ലപ്പോഴും ആരെങ്കിലും വിളിക്കുമ്പോൾ ഒന്ന് ശരീരമിളക്കുവാനും വ്യായാമത്തിനുമായി പോകും. അതും ചില സ്ഥിരം ആൾക്കാരുണ്ട്. അവർക്ക് നാട്ടിൽ മറ്റനേകം ആനകളുണ്ടെങ്കിലും തടി പിടിക്കാൻ ശ്രീകുട്ടനെ കിട്ടുന്നതിലാണ് സന്തോഷം. കാര്യം മറ്റൊന്നുമല്ല, ഇവൻ്റെ ഭാഗ്യം തന്നെ. കാട്ടിൽ തടി പിടിക്കുവാൻ ശ്രീകുട്ടൻ എത്തുമ്പോൾ തന്നെ തടി വാങ്ങാൻ ആളുകളെത്തും. വെട്ടിയിട്ട് കഴിഞ്ഞാൽ മാസങ്ങളോളം കിടക്കുന്ന അവസ്ഥയില്ല. അതുകൊണ്ട് വഴക്കുളക്കാരൻ തടി വ്യാപാരി സണ്ണിയും മുണ്ടക്കയംകാരൻ പാപ്പച്ചിയും ശ്രീകുട്ടനെ കൊണ്ടേ തടി തൊടുവിക്കാറുള്ളൂ. എഴുന്നള്ളത്തിനോ മറ്റോ പുറത്തു പോയിരിക്കുകയാണെങ്കിൽ മടങ്ങി വരുന്നതുവരെ കാത്തിരിക്കാനും തയ്യാർ. ഉത്സവപ്പറമ്പുകളിൽ തികച്ചും ശാന്തനായി നിൽക്കുന്ന ശ്രീകുട്ടനെ തിരഞ്ഞ് ധാരാളം ഉത്സവ കമ്മിറ്റിക്കാരും എത്താറുണ്ട്. ജനപ്രിയനായ പൊതുപ്രവർത്തകന്റെ വീട്ടിൽ വീട്ടുകാരനേക്കാളും ജനപ്രിയനായി അങ്ങനെ സസുഖം കഴിയുകയാണ് തൂഫാൻ ശ്രീകുട്ടൻ. തൂഫാൻ തോമസ് വളരെക്കാലം കൊണ്ട് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് നേടിയെടുത്ത അംഗീകാരവും വിശ്വാസവും താൻ കാരണം ഇടിയില്ലെന്ന് ഉറപ്പ് നൽകുകയാണ് ഈ സഖ്യപത്രൻ. തൂഫാൻ ശ്രീകുട്ടൻ്റെ ജനപ്രിയതയും അവയോട് ചേർന്നു നിൽക്കുന്ന വിശ്വാസങ്ങളുടെയും കഥകൾ ഇവിടെ പൂർണ്ണമാകുന്നില്ല. വീണ്ടും അടുത്തയാഴ്ച അവ തുടരും. അതുവരെ കാത്തിരിക്കുക.